ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു മൂവി നൈറ്റിനാണ്. നമ്മളെയും കാത്ത് രണ്ടുപേരും കൂടി ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ കാണിച്ചു തരാം. കുട്ടിയുടെ അമ്മ നേരത്തെ ആരായിട്ടാ സിനിമ എത്ര നേരത്തെ എത്തണ അതിന് 2 സാധനം മാത്രം വെച്ചിട്ടുണ്ടോ? പനി എങ്ങനെയുണ്ട് ഇപ്പോ? പനി ഞാൻ വരുമ്പോ വാങ്ങിക്കാന്ന് വിചാരിച്ച് സമയം കിട്ടില്ല. ചടപടി നമ്മൾ 3 പേരും കൂടി 3 പേരല്ല 4 പേരാണ്. മിലുവും കൂടി, മിലുമോള് ജസ്നേച്ചിയുടെ മോളാണ് കേട്ടോ. നമ്മൾ 4 പേരും കൂടി ഒരു മൂവി കാണാനാണ് വന്നിട്ടുള്ളത്. കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ നമ്മൾ 3 പേരും ഇങ്ങനെ ഒരു സ്ഥലത്തേക്കൊക്കെ പോകുന്നത്. ജസ്നേച്ചി നമ്മളുടെ ഓഫീസിലായിരുന്നു, ഇപ്പോൾ മാറി. അപ്പോൾ മാറിയതിന് ശേഷം നമ്മളങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. നാഷണൽ ഡേയുടെ ഹോളിഡേ ആയതുകൊണ്ടാണ് നമ്മൾ 3 പേരും പ്ലാൻ ഇട്ടത് മൂവി കാണാൻ വേണ്ടിയിട്ട്. ഇത് ഫുൾ അലമ്പ് സംസാരമാണ്. നമ്മൾ 3 പേരും ഒന്നിച്ച് കൂടിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അല്ലെങ്കിൽ ഫുൾ അലമ്പായിരിക്കും കേൾക്കാൻ പറ്റുക. മിലു, നമ്മളെവിടെയൊക്കെ പോകുന്നേ? എവിടെയൊക്കെ പോകുന്നേ? എവിടെയൊക്കെ പോകുന്നേ? സിനിമയുടെ പേരെന്താ? സൂക്ഷ്മദർശിനി. ചോപ്പ് കത്തുന്നുണ്ടല്ലേ? അതെന്താ അത്? അറിയില്ലേ? തീയാണോ അത്? അതാ കത്തുന്നുണ്ടല്ലേ? കൊറേ കത്തുന്നുണ്ട്. പുഷ്പ എന്ത് 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 നമ്മൾ ഈ പടം കാണാനാണ് വന്നിട്ടുള്ളത്. ഫിറോസ് എവിടെ? ഞാൻ വാഷ്റൂമിൽ പോയാ. അങ്ങനെ മൂവിയൊക്കെ കണ്ടു കഴിഞ്ഞു. അടിപൊളി പടം തന്നെയാണ്. ട്വിസ്റ്റും കോമഡിയും ഒക്കെ ഉള്ള ഒരു അടിപൊളി പടമാണ്. ബേസിൽ നസ്രി ഒക്കെ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചു. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയണ്ടല്ലോ. പിന്നെ തിയേറ്റർ മസ്റ്റ് വാച്ച് ആയിട്ട് എനിക്ക് അത്ര തോന്നിയില്ല. പക്ഷെ എന്നാലും അടിപൊളി മൂവി തന്നെയാണ്. മിലു എന്ത് അതിനിടയിൽ ഫിറോസിന് നല്ല ഒരു ഊക്ക് തന്നെ കിട്ടിട്ടോ മിലിമോളുടെ കയ്യിൽ നിന്ന്. മിലിമോൾ സൂപ്പറാ. എന്താ പറയുക, അവളോട് സംസാരിച്ചിരിക്കാനും ഒക്കെ ഭയങ്കര രസമാട്ടോ. നല്ലൊരു സമയം പോയത് അറിഞ്ഞില്ല മിലിമോള് ഒന്നിച്ചുണ്ടായതുകൊണ്ട്. വായാടിയാണ് ആള്. നമ്മളാ ലാസ്റ്റ് നമ്മ വേണമെന്നാക്കിയത്. ഇവനെവിടെ? ഫിലിമൊക്കെ കണ്ട് നമ്മൾ ജസ്റ്റ് ആ മാളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്നു. അത് കഴിഞ്ഞിട്ടൊന്നും ചെയ്യാനില്ല. പിന്നെ ഫുഡ് കഴിക്കാനാണ് പോകാനുള്ളത്. അപ്പം അതിനു മുന്നേ കുറച്ച് നേരം സംസാരിച്ച് ചില്ല് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഫുഡ് കഴിക്കാൻ. എനിക്ക്
കഴിഞ്ഞ മതി മതി വാ പോവാ വാ പോവാ ഇനി നാളെ വാ അയ്യോ കൊച്ചുണ്ടോണ്ട് മാത്രം തക്കാളി നമുക്ക് മാറ്റി വെക്കാം. തക്കാളി ഉണ്ടെങ്കിൽ ഞാൻ മാറ്റി തരാം കേട്ടോ. എന്നാ പിന്നെ ഫ്രൈഡ് റൈസ് തരട്ടെ. നൂഡിൽസ് മതി. അടുത്തോടെ സൂപ്പർ വെച്ചിട്ടുണ്ടാക്കുന്നില്ല ടേസ്റ്റ്. ഇതല്ലേ സൂപ്പർ മിലു, ഇതല്ലേ സൂപ്പർ. പിന്നെ ഉമ്മച്ചി ഉണ്ടാക്കുന്നതാ ഇന്നലെ തിരിഞ്ഞു നോക്കിയില്ല. ആണോ? ഉമ്മച്ചി അങ്ങ് പൊങ്ങി. അപ്പുറത്തിരുന്ന ദേവി ചേച്ചി വീഡിയോ സംസാരിക്കണോ? എന്താ സംസാരിക്കണ്ടേ? ടൂർ പോയ കാര്യാ? അടിപൊളി. നല്ല സിനിമയല്ലേ മിലുമോളെ? മിലു മിലു അങ്ങനെ നമ്മൾ ഫിലിമിനൊക്കെ പോയിട്ട് വന്നു കേട്ടോ. ഇത് നെക്സ്റ്റ് ഡേ ആണ് ഇവിടെ നാഷണൽ ഡേ ഉണ്ടായിരുന്നത്, December 2. ഓക്കെ, അപ്പോൾ നമ്മളുടെ ബീച്ച് ഏരിയയിലേക്ക്, കോർണിഷ് ഏരിയയിലേക്ക് വന്നതാണ് അജ്മാൻ. അവിടെ ഇതിൻ്റെ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. സെലിബ്രേഷൻ വലിയ രീതിയിൽ സെലിബ്രേഷനൊന്നുമില്ല. ദുബായിലൊക്കെയാണ് വലിയ സെലിബ്രേഷൻ. അജ്മാനിൽ അങ്ങനെ വലിയ സെലിബ്രേഷൻസൊന്നുമില്ല. അങ്ങനെ നമ്മൾ ജസ്റ്റ് കോർണിഷ് ഏരിയയിലേക്ക് വന്നതാണ്. അവിടെ ഇങ്ങനെ പിള്ളേർ സ്പ്രേ ഒക്കെ അടിച്ച് അവർ സെലിബ്രേറ്റ് ചെയ്യുകയാണ് ഈ നാഷണൽ ഡേ. അപ്പം അങ്ങനെ ജസ്റ്റ് നടക്കാൻ ഇറങ്ങിയതാണ് ഞാൻ വിത്തോടും കൂടി. ഇതാണ് ഇവിടെ മെയിനായിട്ട് നടക്കുന്നത്. പിള്ളേർ സ്പ്രേ ബോട്ടിലൊക്കെ ആയിട്ട് വന്നിട്ട് ഈ വണ്ടികളൊക്കെ പോവും. അപ്പം അതിൽ വണ്ടിയിലുള്ള ആളുകൾ പോലും സ്പ്രേ അങ്ങനെയൊക്കെ ചെയ്യാനാണ് വരുന്നത്. മെയിനായിട്ട് വണ്ടി കൊണ്ട് ഇങ്ങനെ ഇറങ്ങുന്നത്. അപ്പം പിള്ളേർ ഇതുപോലെ തിരിച്ചും സ്പ്രേ ഒക്കെ അടിച്ചിട്ട്, അതാണ് അവരുടെ നാഷണൽ ഡേൻ്റെ സെലിബ്രേഷൻ നടന്നത് ഇതുപോലെ. പക്ഷേ ഇതൊന്നും ഇവിടെ പെർമിഷൻ ഇല്ല കേട്ടോ. പെർമിഷൻ ഇല്ല വെച്ചാൽ നേരത്തെ ഇവരൊക്കെ പ്രഖ്യാപിക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ പാടില്ല എന്ന്. പക്ഷേ അതൊന്നും കേൾക്കാറൊന്നുമില്ല. എല്ലാവരും അവരുടേതായ കാര്യങ്ങൾ ചെയ്യും. സ്പ്രേ അടിക്കലും അവരുടേതായ സെലിബ്രേഷൻസൊക്കെ ഉണ്ട്. മെയിനായിട്ട് ഈ ഒരു സ്പ്രേ അടിക്കലാണ്. ഇപ്പോൾ പോലീസ് ആയിക്കോട്ടെ വലിയ രീതിയിൽ ഇവരെ ഒന്നും ചെയ്യാറുമില്ല. അതിൻ്റെ ഒരു ലൈസൻസ് ഇവർക്ക് ഉണ്ട് തരും. അപ്പോൾ പോലീസ് വലിയൊരു ഇഷ്യൂ ആക്കില്ല. കണ്ടു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് സ്പ്രേ ബോട്ടിലൊക്കെ പിടിച്ച് മാറ്റും. അങ്ങനെ
ആണ്. പക്ഷേ വലിയൊരു സീനില്ല. അതുകൊണ്ടാണ് ഇവർ വീണ്ടും വീണ്ടും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തത്. പക്ഷേ ഒരു രസമാണ് കാണാനും. അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവർ നല്ല രീതിയിൽ സെലിബ്രിറ്റിയാണ്. അപ്പം അങ്ങനെ എൻ്റെ ഹുഡിയൊക്കെ ഒരു വർഷത്തിന് ശേഷം പുറത്തേക്ക് വന്നു കേട്ടോ. നല്ല തണുപ്പ് തുടങ്ങി ഇവിടെ. അത് കഴിഞ്ഞ് നമ്മൾ എത്തിയത് സൂപ്പർ മാർക്കറ്റിലേക്കാണ്, ബൈ ആൻഡ് സേവിലേക്ക്. അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. മെയിനായിട്ട് ഫ്രൂട്ട്സാണ് കേട്ടോ. നമ്മളുടെ കൂട്ടത്തിലൊരു ഗർഭിണിയുണ്ട്. സോ ആൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഇത് പല ദിവസത്തെയും വീഡിയോസ് ഞാൻ കുറച്ചായിട്ട് എടുത്ത് ഇതിൽ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് പിറ്റേ ദിവസമാണ്. ഞാനൊരു പഴംപൊരി ഉണ്ടാക്കുന്ന ഒരു തിരക്കിലായിരുന്നു. ഈ പഴംപൊരി വേറെ ആയിരിക്കുമല്ല, നേരത്തെ ഞാൻ പറഞ്ഞ നമ്മളുടെ ഗർഭിണിക്ക് വേണ്ടിയിട്ടാണ്. ആൾക്ക് പഴംപൊരി കഴിക്കാനുള്ളൊരു പൂതി വന്നതുകൊണ്ട് പിന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ചോദിച്ചൊരു സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ പഴംപൊരി ഉണ്ടാക്കിയാണ്. മൈദയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ഗോതമ്പ് പൊടിയും അരിപ്പൊടിയും ഒക്കെ ഇട്ടിട്ട്, റവയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ പഴംപൊരി ഉണ്ടാക്കുന്നത്. ആർക്ക് വേണ്ടിയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോക്ക് ലാസ്റ്റ് പറയാം കേട്ടോ. അങ്ങനെ പഴംപൊരി റെഡിയായി. പഴംപൊരി പകുതി ആകുമ്പോൾ തന്നെ നമ്മുടെ ഗസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി. വേറെ ആരുമല്ല, നമ്മുടെ ഫ്രണ്ട് നയനേച്ചിയാണ്. 4 മന്ത് പ്രഗ്നൻ്റ് ആണ് കേട്ടോ. അപ്പോൾ 5-ാം തീയതി നാട്ടിൽ പോവാണ്. അപ്പോൾ പോകുന്നതിന് മുന്നേ ഒന്ന് ചെറുതായിട്ട് നമ്മൾ കൂടിയതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടിൽ ദെൻ ബൈ.